നാളെ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് ആണ്. മാർക്കറ്റ് ആണെങ്കിൽ ഒരു ബീറിഷ് ഫേസിലാണ്. ചാർട്ട് നോക്കിയിട്ട് എന്താ ഫീൽ ചെയ്യുന്നത്? ഓവറോൾ മാർക്കറ്റ് നോക്കുമ്പോൾ നമുക്ക് ടെക്നിക്കലി വളരെ വീക്കായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അത് നമ്മൾ ഏത് തരത്തിലുള്ള അനാലിസിസ് നടത്തിയാലും, ഈവൻ ചാർട്ട് ആണെങ്കിലും മാർക്കറ്റ് ബെഡ്ത്ത് ആണെങ്കിലും അല്ലെങ്കിൽ ഓവറോൾ നമ്മൾ ഏത് തരത്തിലുള്ള അനാലിസിസ് നടത്തിയാലും നല്ല വീക്കാണ് നമ്മളുടെ മാർക്കറ്റ്. പിന്നെ ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഒരു 1.5 വർഷമായിട്ട് മാർക്കറ്റ് പെർഫോം ചെയ്യാത്തത് കൊണ്ടും മാർക്കറ്റ് ഒരു സൈഡ് വേസിലോട്ട് പോകുന്നത് കൊണ്ടൊക്കെ ഓവറോൾ ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു ഗ്രോത്ത് സ്റ്റോറിയിലൊക്കെ പല ആൾക്കാർക്കും ഡൗട്ടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പല ആൾക്കാരും പബ്ലിക്കലി അതിനെക്കുറിച്ച് സംസാരിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ജനറലായിട്ട് നമ്മളെ ട്രേഡേഴ്സിനെ ഇൻവെസ്റ്റ് എന്തെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു അനൗൺസ്മെന്റ് സർപ്രൈസ് തന്ന ഒരു കൺസിസ്റ്റന്റ് ബുൾ റാലി എക്സ്പെക്ട് ചെയ്യുന്നില്ല, പക്ഷെ ഒരു ചെറിയ ബുൾ റാലി മേ ബി അങ്ങനെ തന്നേക്കാം. കാരണം കഴിഞ്ഞ 1.5 വർഷമായിട്ട് യാതൊരു തരത്തിലുള്ള മൂവ്മെന്റ് നമ്മുടെ മാർക്കറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു ഇൻവെസ്റ്റേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ. എത്ര ശതമാനം ഇൻവെസ്റ്റഡ് ആണ്? ഞാൻ ഓൾറെഡി 50% ഇൻവെസ്റ്റഡ് ആണ്. കാരണം മാർക്കറ്റ് വീക്ക് ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഈ ഡിപ്പിലാണ് ഞാൻ കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ETF ആണ് കൂടുതൽ ആഡ് ചെയ്തിട്ടുള്ളത്. 50% ഞാൻ ഇൻവെസ്റ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഉൾപ്പെടെ 50% മാത്രമേ ഇൻവെസ്റ്റഡ് ആയിട്ടുള്ളൂ. സോ ഒരു നല്ല ബുൾ റാലി വന്നാലേ ബാക്കി ഇൻവെസ്റ്റ് ചെയ്യും. അതെ തീർച്ചയായിട്ടും. നമുക്ക് ടെക്നിക്കലി ആയാലും ഓവറോൾ നമ്മുടെ മാർക്കറ്റ് ബെഡ്ത്തിലായാലും ആ ഒരു ബുള്ളിഷ്നെസ് വ്യക്തമായിട്ട് നമ്മൾ കണ്ടു. അതായത് ഇപ്പോൾ ചാർട്ട് വെച്ചും നമുക്ക് ഡാറ്റ വെച്ചിട്ടും 100% മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് തോന്നിയാൽ മാത്രമേ നമ്മൾ പുതിയ പൊസിഷൻസ് ആഡ് ചെയ്യുള്ളൂ. ഓക്കെ, താങ്ക് യു.